ബൈക്കാണ് നമ്മുടെ R15. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പവർ ഡെലിവറി വരുന്ന ബൈക്കാണ് നമ്മുടെ R15. അപ്പോൾ നമുക്ക് ഈ ബൈക്കിന്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ സീറ്റിനെ കുറിച്ചാണ്. ഇതിന്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യൻ ആയിട്ടാണ് യമഹ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് അത്യാവശ്യം നല്ല വിഡ്ത്ത്, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടാണ് ഇതിന്റെ സീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സീറ്റിന്റെ ഇവിടെ ഏറ്റിരിക്കാം, നമുക്ക് ഇവിടെ ഏറ്റിരിക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ സീറ്റ് ഹൈറ്റ് കുറച്ച് ലോവർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ സീറ്റ് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 817 mm ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പില്ലിയൻ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പില്ലിയൻ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഒരു റൈഡിംഗ് ഒക്കെ ക്രേസി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഒരു സാധാ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ചില ഡിസ്കംഫർട്ടൊക്കെ തോന്നും. നമ്മൾ ദൂരെ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ ഹാൻഡിലും ഇതിന്റെ സീറ്റും ഒരേ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവും എത്രത്തോളം സ്പോർട്ടി ആയിട്ടാണ് റൈഡിംഗ് പോസ്റ്റർ ഇരിക്കുന്നത്. എന്നാലും നിങ്ങളിപ്പോൾ ഒരു ടൂറിങ്ങിനൊക്കെയാണ് ഈ ബൈക്ക് എടുക്കുന്നതെങ്കിൽ എന്തായാലും ഒരു ഫാറ്റി ആയിട്ടുള്ള ആള് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ റൈഡിംഗ് ഒക്കെ നമുക്ക് അപ്പർ ബാക്ക് ആയിട്ട് പെയിൻ ഒക്കെ വരുന്നുണ്ട്. അറിയാൻ പോകുന്നത് ഇതിന്റെ എഞ്ചിനെ കുറിച്ചാണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ എഞ്ചിൻ വരുന്നത് ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് SOHC 4 വാൽവ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സിലിണ്ടർ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സിലിണ്ടർ ആണ് അവൈലബിൾ. ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് 155 cc ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പവർ മാക്സ് പവർ വരുന്നത് 18.6 PS at 10,000 RPM ആണ് വരുന്നത്. ഇതിന്റെ ടോർക്ക് വരുന്നത് 14 Nm at 8,500 RPM വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബോർ വരുന്നത് 58 mm ആണ്. പിന്നെ ഇതിന്റെ സ്ട്രോക്ക് വരുന്നത് 0.7 mm ആണ് വരുന്നത്. ഇതിന്റെ ഡ്രൈവ് ടൈപ്പ് ചെയിൻ ഡ്രൈവ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഇഗ്നീഷൻ വരുന്നത് TCI ഇഗ്നീഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോണോക്രോസ് സസ്പെൻഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം കാണുന്ന ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടും ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല സ്ലൈഡി ഡിസൈനും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് സൂട്ടബിൾ ആവുന്ന അതേ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഇൻഡിക്കേറ്റർ അടിപൊളി ഇൻഡിക്കേറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൈലൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള, അധികം ലൗഡൊന്നും അല്ലാത്ത ഒരു സ്വീറ്റ് സൗണ്ട് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേൾക്കാനും നല്ല രസമുള്ള ഒരു സൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് 6-speed ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അധികം ഫോൾട്ട് ന്യൂട്രൽ ഒന്നും വരാറില്ല. അപ്പോൾ ഇതിന്റെ ഈ ഒരു ബൈക്കിന്റെ ഫസ്റ്റ് ഗിയർ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ഹാർഡ് ആയിരിക്കും. കാരണം ബാക്കിയുള്ള ഗിയേഴ്സ് ഒക്കെ പവർ ലീനിയർ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സംസാരിക്കാൻ പോകുന്നത് എന്റെ ഫ്രണ്ട് പോർഷനെ കുറിച്ചാണ്. ഫ്രണ്ട് പോർഷനിൽ ആരും വരുന്നതിന്റെ വൈസറാണ്. അപ്പോൾ ഇതിന്റെ വൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റേസിംഗ് മോഡൽ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അതിന് സൂട്ടബിൾ ആവുന്നത് അത്രയും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വൈസർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബീസ്റ്റ് ലുക്കും തരുന്നുണ്ട്. ഇത് ട്വിൻ LED ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ സബ്മെൻഷനെ കുറിച്ചാണ്. സബ്മെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ടെലസ്കോപ്പിക് ഫോക്ക് സബ്മെൻഷൻ ആണ് വരുന്നത്. ചില ഹമ്പൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് കളയും. അപ്പോൾ ഇതിന്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബ്രേക്ക് വരുന്നത് 282 mm ഡിസ്ക് ആണ് വരുന്നത്. ഈ ബൈക്കിന് ഒരു ABS കൊടുത്തിട്ടില്ല. കാരണം ഏറ്റവും മിസ്സായ ഒരു കാര്യമാണ് യമഹയ്ക്ക്. കാരണം അടുത്ത ഒരു വേർഷനിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇതിൽ ഏറ്റവും ഒരു മിസ്സായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ VVA ടെക്നോളജിയാണ്. കാരണം ഇതിന്റെ VVA ടെക്നോളജി എന്ന് പറയുന്നത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ. അതായത് നമ്മളിപ്പോൾ ടോപ്പ് എൻഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ത്രോട്ടിൽ ഡിപ്പ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഡിപ്പ് ചെയ്യാറുന്ന സമയത്ത്
ആണ്. പക്ഷെ ഈ ബൈക്കിൽ അങ്ങനെ വരുന്നില്ല, കാരണം ഈ VVA ടെക്നോളജി അത് എടുക്കുന്നുണ്ട്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി 80% ഞാൻ യെസ് എന്നാണ് പറയുന്നത്. കാരണം ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇവിടെ വരുന്നതല്ല. കാരണം അതാ ഇവിടെയൊക്കെ ഇതൊക്കെ യമഹ ബൈക്കിൽ വരേണ്ടതല്ല. ഇതിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ലുക്ക് ഒരു ബീസ്റ്റ് ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് പോകുമ്പോൾ കാണാൻ എന്ത് സെറ്റ് ലുക്ക് തന്നെയാണ് അവിടെ ഈ ഒരു യമഹ കമ്പനി തന്നെ കൊടുക്കുന്നത്. ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയല്ല, ഒന്നും പറയല്ല. ലുക്ക് ഫുള്ള് ഒരു റോബോട്ടിക് ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്, രക്ഷയില്ല. Like a Hellcat.